സാമ്പാറാണ്. ഞാൻ സാമ്പാറിൻ്റെ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. വിശേഷ ദിവസങ്ങളിൽ ആരെങ്കിലും വരുന്ന ദിവസം മാത്രമേ ഞാൻ വറുത്തരച്ച സാമ്പാറാക്കാറുള്ളൂ, അല്ലെങ്കിൽ പൊടിയിട്ടിട്ടാക്കാറ്. ഇത് പരിപ്പ് കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചേക്കണം. ഇനി ഉലുവ ഒരു ലേശം, വളരെ ചെറിയ സ്പൂൺ ഉലുവ, ഇങ്ങനെയാണ് ഞാൻ വേവിക്കൽ. എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് വേവിക്കുക. കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ടിത് അതാകുമ്പോൾ പിന്നെ അധികം അങ്ങനെ വെന്ത് പുറത്തേക്ക് വരില്ല പരിപ്പ്. ഇനി ഇതൊരു 3 വിസിൽ കേൾപ്പിക്കാം. അത് വെച്ചിട്ടുണ്ട്, ഒരു 3 വിസിൽ കേൾപ്പിക്കാം. ഇപ്പുറത്ത് വെള്ളക്കടല, പിന്നെ അതാ രസക്കാളിനൊക്കെ ഞാൻ ഓൾറെഡി റെസിപ്പി ഇട്ടതാണ്. സദ്യയുടെ റെസിപ്പി വേണമെന്ന് പറഞ്ഞതിനുണ്ടാണ് കേട്ടോ. സാമ്പാർ ഇതുവരെ ഇട്ടിട്ടില്ല, അപ്പോൾ വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എടുക്കുന്നത്. എല്ലാം കൂടി എടുക്കാൻ എനിക്ക് സമയം കിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സാമ്പാറിൻ്റെ കഷ്ണം ഇന്നലെ ഞാൻ മുറിച്ച് വെച്ചിന് രാവിലെ, പിന്നെ എല്ലാം കൂടി പണിയാണ്. ഇത് മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ സവാളയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, പിന്നെ മുരിങ്ങക്കായുണ്ട്, ഇത്രയും ക്യാരറ്റ്, ഇത്രയും സാധനങ്ങളാണ് മുറിച്ച് വെച്ചേക്കുന്നത്. പിന്നെ വെണ്ടയ്ക്കയും തക്കാളി ഞാൻ മുറിച്ചിട്ടില്ല, വെണ്ടയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി മുറിച്ച് വെച്ചത് പിള്ളേരെടുത്തുകൊണ്ട് കഴിച്ചു. ഇവിടെ തക്കാളി ഭയങ്കര ഇഷ്ടമാണ്, ഇനി വേറെ മുറിക്കണം. അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളി അതിൻ്റെ കൂടെ ഇടലില്ല, ഇതെല്ലാം ഒരുമിച്ച് തന്നെ വേവിക്കൽ. പരിപ്പ് ഒരു 3 വിസിൽ കേട്ട് അതിൻ്റെ ഇത് എയർ പോയി കഴിഞ്ഞിട്ട് ഇതിടാം. പരിപ്പ് 3 വിസിൽ കേട്ട് ഇത്ര നല്ല പോലെ വന്നിട്ടുണ്ടേ. അതിൽ ഞാൻ വളരെ കുറച്ച് പരിപ്പ് എടുത്ത് വെക്കുന്നുണ്ട് അരയ്ക്കാൻ, കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മുറിച്ച് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ഇടുന്നുണ്ട്. വെജിറ്റബിൾസ് ആൾക്കാരനുസരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ പിന്നെ രാവിലെ ഇഡ്ഡലിയാണ്, അപ്പോൾ അതിനും സാമ്പാർ തന്നെ. പിന്നെ സാമ്പാർ വാരി കുരുക്കിട്ട് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഇത്രയും ആൾക്കാരനുസരിച്ചിട്ട് കഷ്ണം കുറയ്ക്കുക കൂട്ടുക ഒക്കെ ചെയ്യാം. എനിക്ക് കറക്റ്റ് അളവ്, കറക്റ്റ് രീതി അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ഒരു കണക്കാണ്. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വറുത്തരച്ചിട്ട് വെക്കണം, പിന്നെ കഷ്ണത്തിലും വെള്ളം ഉണ്ടാവില്ല. കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി കഷ്ണത്തിലാവാൻ ചേർക്കുന്നുണ്ട്. ഞാൻ പരിപ്പിൽ ചേർത്തായിരുന്നു, എന്നാൽ കുറച്ചുകൂടി. കല്ലുപ്പാണ് ചേർക്കുന്നത്, ആവശ്യത്തിന് കേട്ടോ. 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഒരു 2 വിസിലാണ് കേൾപ്പിക്കൽ. സാമ്പാറിന് വറുത്തരയ്ക്കാനെന്ന് പറയില്ലേ, വറുത്തരയ്ക്കാൻ മല്ലി കഴുകി വെച്ചതാണ്, കഴുകി വെള്ളം ഊറ്റി വെച്ചതാണ്. അതിടാതെ ഒന്ന് വറുത്ത് കൊടുക്കാം. മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം, പക്ഷെ മല്ലിയാണ് ടേസ്റ്റ്. അതിന് കുറച്ച് നാരുണ്ട്, കുറച്ചൊക്കെ കളഞ്ഞു, കുറേ ഉണ്ട്, എല്ലാം പറക്കി കളയാൻ പറ്റില്ല. സ്റ്റീലിൻ്റെ പാത്രം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ അടിയിൽ പിടിക്കട്ടെ, കരിയാതെ വേണം. ആവശ്യത്തിന് തേങ്ങ ചേർക്കാം. മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കേൾക്കാൻ പറ്റുമെന്നറിയില്ല. തേങ്ങ ചേർത്തിട്ട് വറുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ഇതിന് വല്ലാണ്ടല്ല, തീയിലൊന്നും പോലെ വേണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന പോലെ നന്നായിട്ട് വറുത്ത് കൊടുക്കുക. ശരിക്കും ഇത് തന്നെ മതി, എന്നാലും ഞാൻ കുറച്ച് സാമ്പാർ പൊടി ചേർക്കലുണ്ട്, ഇതൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി. ഇത് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ തന്നെ ആയി. ഈ കായപ്പൊടി, കായ ഉണ്ടെങ്കിൽ കായാണ് നല്ലത്, പൊടിയുള്ളതുകൊണ്ട് പൊടിയിട്ടാൽ കായപ്പൊടി അത് മിക്സാക്കാം. ഇത് ആയിട്ടുണ്ട് സാമ്പാറിൻ്റെ വറവ്. ഇനി ഇത്തിരി പുളിയും കൂടി ഇട്ടിട്ട് ചൂടാറി കഴിഞ്ഞാൽ അരച്ചെടുക്കാം. സാമ്പാറിന് അരക്കായിട്ട് ചൂടാറിയിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച പരിപ്പ്, പുളി, പിന്നെ വറുത്ത് അരച്ചത് ചേർത്ത് അരയ്ക്കാം നന്നായിട്ട്. ഇത് നമ്മൾ അരയ്ക്കണ സമയം കൊണ്ട് വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഇവിടെ അധികം വേവണ്ട, വേണമെങ്കിൽ ഇതിൻ്റെ കൂടത്തിൽ ഉപ്പിട്ടിട്ട് വേവിക്കണമല്ലേ, അപ്പോൾ വേണമെങ്കിൽ വെണ്ടയ്ക്ക ഇടാം. പക്ഷേ ഇവിടെ വെന്ത് കുടയണത് ഇഷ്ടമല്ല, അതുകൊണ്ട് ആദ്യം വെണ്ടയ്ക്ക ഇടാം. ഇതാണ് നമ്മൾ വറുത്തരച്ചത്, അത് ചേർക്കാം. വറുത്തരച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നല്ല കൊഴുപ്പുള്ള സാമ്പാർ തിളയ്ക്കുമ്പോൾ കുറച്ചും കൂടി കൊഴുപ്പാവും, കുറച്ചും കൂടി വെള്ളമാക്കാം. ഇനി ഇത്ര ഇഷ്ടമാണെങ്കിൽ അരപ്പും
തിളയ്ക്കുമ്പോഴത്തേക്കും വെണ്ടയ്ക്കയും വെന്തോളും. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ഇടാം. തക്കാളി അധികം വേവില്ലല്ലോ. ഇനി തക്കാളി ചേർക്കാം. വെണ്ടയ്ക്ക വെന്തിട്ടില്ല, എന്നാലും തിളച്ചിട്ടില്ലല്ലോ. നമ്മൾ പച്ചവെള്ളമല്ലേ ചേർത്ത്. ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചും കൂടി വേഗമായിരുന്നു. ഞാൻ പച്ചവെള്ളമാണ് ഇപ്പോൾ ചേർത്ത്. മല്ലിയിലിടാം. ജസ്റ്റ് ആ എരിവൊന്ന് ബാലൻസ് ആവാൻ ലേശം വെല്ലം ശർക്കര ചേർക്കുന്നുണ്ട്. സാമ്പാറോടെ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കടുക് വറുത്തിടാം. കടുക് മുളകാൻ വരണം എന്നുള്ളൂ, കാരണം വറുത്തരച്ചയിൽ എരിവുണ്ട്. കടുകും ലാസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി കൂടി ഇടുന്നുണ്ട്. അങ്ങനെ ഇടലുണ്ട്. നമ്മുടെ വറവും കൂടി ഒഴിച്ച് സാമ്പാർ റെഡി. ഇത് അധികം അങ്ങനെ തിളയ്ക്കണ്ട. അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ വെന്തോളും. കാരണം മുരിങ്ങക്കായ് ഞാൻ നേരത്തെ ഇട്ടുകൊണ്ട് അത് നന്നായിട്ട് വെന്ത് ഇതായിട്ടുണ്ട്. ശരിക്കും ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇതിൽ കൂടുതൽ വിസിൽ കേൾപ്പിക്കുക. കാരണം ഇവിടെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. കഷ്ണം അധികം കഴിക്കാത്തതുകൊണ്ട് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോളും. അപ്പം അടച്ചു വയ്ക്കാം. സാമ്പാർ റെഡിയായി. അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ കഴിക്കാനാവുമ്പോൾ എടുത്താൽ മതി.